പാമ്പാടിയിലെ സമരപ്പന്തലിൽ ചാണ്ടി ഉമ്മൻ MLA ഉപവാസം തുടരുകയാണ്. എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിയാണ് MLA ഈ സമരം നടത്തുന്നത്? ഇത് തുടർച്ചയായി പുതുപ്പള്ളിയോടുള്ള ഒരു അവഗണന എന്ന് പറയാൻ പറ്റത്തില്ല, കടുത്ത വിവേചനം. അതിനകത്ത് എണ്ണി പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ പാമ്പാടി വില്ലേജ് ഓഫീസ്, എൻ്റെ ഇരിക്കുന്ന ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ 2 മന്ത്രിമാർ വന്ന് തറക്കല്ലിട്ട കല്ലിൻ്റെ ഫോട്ടോയാണ്. ഈ 30 ആകുമ്പോൾ, അതായത് 15 ദിവസം കഴിയുമ്പോൾ 3 വർഷം തികയും. 2 മന്ത്രിമാരെ വന്നേ. യൂഷ്വലി MLA ആണ് അധ്യക്ഷനാവേണ്ടത്. ഇതിനകത്ത് മുൻ മുഖ്യമന്ത്രി കൂടിയായ MLA ആശംസകനാണ് MPക്ക് ശേഷം. അത് കുഴപ്പമില്ല, പക്ഷേ സ്ഥിരം അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നടത്തിയൊരു പരിപാടി എന്തുകൊണ്ട് അതിനുശേഷം 3 വർഷം കഴിഞ്ഞിട്ടും കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല? ആ തറക്കല്ല് കണ്ടു കിട്ടിയത് കഴിഞ്ഞ വർഷമാണ്, ഏപ്രിൽ ഈ സമയത്തെങ്ങാണ്ടാണ്. അപ്പം ഞാനത് അസംബ്ലിയിൽ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു, ഉമ്മൻചാണ്ടിയോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായിട്ടെങ്കിലും നമ്മളത് പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഇപ്പം എത്ര നാളായി? എന്താണ് ഇതിന് മാറ്റം വരുന്നത്? അവിടുത്തെ മണ്ണ് കിടക്കുന്നെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് അനക്കാതെ വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, സർക്കാരിനൊരു ഉത്തരവാദിത്തമില്ലേ? ഇവിടുത്തെ സാധാരണക്കാരൻ, ഇവിടുത്തെ പാമ്പാടിയിലെ സാധാരണക്കാരനൊരു ഉത്തരവാദിത്തമില്ലേ? പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു മന്ത്രി കൂടി ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഇതാ. പിന്നെ രണ്ടാമത്തെ പാറക്കടവ് പാലം ഞങ്ങളുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളൊന്നാണ്. എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തറക്കല്ലിട്ട് പില്ലർ വരെ എത്തിച്ചു. പില്ലർ ചെയ്യുന്ന ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല 9 വർഷമായിട്ട്. എന്തുകൊണ്ടാണ്? അതും റവന്യൂ വകുപ്പിന് കീഴിലാണ്. ആദ്യം PWD എന്ന് പറഞ്ഞു, പിന്നെ PWDക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് റവന്യൂവിൻ്റെ കീഴിലാണ്. റവന്യൂ അസംബ്ലി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ഇതുവരെ ഒരു കല്ല് പിന്നെ എടുത്ത് വെക്കുന്നില്ല. കൂരോപ്പട വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം, ആ കൂരോപ്പട വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ എന്നെ അറിയിക്കുന്നത് തലേ ദിവസമാണ്. അതും ഞാൻ മന്ത്രിയോട് പരാതിപ്പെട്ടതിന് ശേഷമാണ് എന്നെ അറിയിക്കുന്നത്. അന്ന് അസംബ്ലി നടക്കുന്ന സമയമാണ്. ഇപ്പോൾ 2 മന്ത്രിമാർ വന്ന് ഉദ്ഘാടനം ചെയ്ത പരിപാടി, ഞാൻ വീണ്ടും ആശംസകരായി വരുന്ന പരിപാടി, അധ്യക്ഷനാവേണ്ട പരിപാടിയാണ് ഞാൻ. പ്രോട്ടോകോൾ പ്രകാരം ഈ സംസ്ഥാനത്ത് ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, സ്ഥലം MLA പങ്കെടുക്കേണ്ട ഒരു പ്രോട്ടോകോൾ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പരാതിപ്പെട്ടപ്പോൾ ആ പരിപാടി മാറ്റിവെച്ചു. ഇതുവരെ ആ പരിപാടി നടത്തിയിട്ടില്ല. അകലക്കുന്നം ഞാൻ പലതവണ മന്ത്രിയോട് ചോദിച്ചു സമയം അതിൻ്റെ ഉദ്ഘാടനത്തിന്, ഇതുവരെ ഉദ്ഘാടനത്തിന് സമയം തന്നിട്ടില്ല. PWD റോഡുകൾ, തോട്ടയ്ക്കാട് പെരുമ്പനച്ചി റോഡ്, തോട്ടയ്ക്കാട് ഈ പെരുമ്പനച്ചി റോഡിൽ ചങ്ങനാശ്ശേരി ഭാഗം മൊത്തം ക്ലീനാണ്. പുതുപ്പള്ളി വരുമ്പോൾ ഇല്ല. കൈതേപ്പാലം ഞാലിയാകുഴി 3 പ്രാവശ്യം CMD കൂടിയപ്പോൾ എനിക്ക് വാക്ക് തന്നു, ഇപ്പം തീരും. ഏറ്റവും അവസാനം 8-ാം തീയതി ഡേറ്റ് തന്നു, ഇതുവരെ തീർന്നിട്ടില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 30 വരെ ഞാൻ സമയം കൊടുക്കുന്നു. ഇത് സൂചന സമരമായി ആ റോഡ് ഞങ്ങൾ ടാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാരമായിട്ട് കോൺഗ്രസ് പാർട്ടി അവിടെ ആ റോഡ് ടാർ ചെയ്യുന്ന നടുക്കത്തെ ഭാഗം മാത്രമാണ്. അത് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല, പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ എണ്ണി പറയാൻ സാധിക്കും. ഇവിടുത്തെ മൃഗാശുപത്രി എടുത്തോണ്ട് വൈക്കത്തിന് കൊണ്ടുപോയി. ഇവിടുത്തെ രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തതല്ല, ഒരു പ്രവർത്തനമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഇനോഗ്രേഷൻ പോലും നടത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് എൻ്റെ മണ്ഡലത്തിലുള്ളത്. എന്നെ ഒഴിവാക്കുന്നത് പോട്ടെ, ഇപ്പോൾ സബ് ജില്ലാ കലോത്സവം നടന്നപ്പോൾ ഞാൻ വീണ്ടും പ്രതിഷേധിച്ച് സമരം വരുന്നു. എന്താണ്? എന്നെ അറിയിക്കുന്നില്ല പരിപാടി. ഇവിടുത്തെ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുക, ഇവിടെ താമസിക്കുന്ന മന്ത്രിയുണ്ട്. അങ്ങനെ ഈ മണ്ഡലത്തോട് നിരന്തരമായി കാണിക്കുന്ന അവഗണനയും ഉള്ള സാഹചര്യത്തിലാണ് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നു. അവിടെ പഞ്ചായത്തുകൾ നിലപാടെടുക്കുന്നില്ല, അല്ലെങ്കിൽ പണിയുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ സമരത്തിലിരിക്കുന്നത്. അല്ല, നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ, നിങ്ങൾക്കറിയാം പുതുപ്പള്ളിയുടെ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പുതുപ്പള്ളിയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇടുന്നത്. അപ്പോൾ അതിന് പകരം EMSനെ പോലെ ഒരാൾ ഇടുന്നതിന് കുഴപ്പമില്ല, അവരുടെ ഇഷ്ടം, രാഷ്ട്രീയ താല്പര്യം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന പോലും എന്നെ അറിയിക്കുന്ന ഫോണിലൂടെ, എന്നെ വിളിക്കുന്നില്ല, എന്നെ പരിപാടികൾക്ക് വിളിക്കുന്നില്ല, അറിയിക്കുന്ന അവസാന നിമിഷം പരാതി പറയുമ്പോൾ മാത്രമാണ് അറിയിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ഥലത്തില്ല എന്നും
ഞാനിവിടെ ആക്റ്റീവ് അല്ല എന്ന് വരുത്തുവാനുള്ള ശ്രമം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ പുതുപ്പള്ളിയെ വികസനത്തിൽ പിന്നോട്ടടിച്ചിട്ട് MLA-യുടെ കുഴപ്പമാണ് റോഡുകൾ തകർന്നു നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനും PWDക്കുമാണ് ഉത്തരവാദിത്തം. ഇവിടെ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന്റെ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൊണ്ട് റോഡ് തകർത്തിടുകയും PWD റോഡ് നന്നാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ MLA-ക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? ഇവിടെ ഞാൻ അലോട്ട് ചെയ്യുന്ന ഫണ്ട് പോലും സമയത്ത് എടുക്കുന്നില്ല കോൺട്രാക്ടർമാര്. അപ്പോൾ പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് വരുത്തുവാനുള്ള ശ്രമം, കഴിഞ്ഞ ഇലക്ഷന് കണ്ട അതേ ശ്രമം അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ പിതാവ് ഈ നാടിന് വേണ്ടി സ്വപ്നം കണ്ടതാ. ആ ഹോസ്പിറ്റലിൽ ഇതുവരെ ഒരു കല്ല് പിന്നെ അതിനടുത്ത് വെച്ചിട്ടില്ല. ഔട്ട് പേഷ്യന്റ് മാത്രമാണ്, ഇൻ പേഷ്യന്റ് ഇല്ല. അപ്പൊ അങ്ങനെ എല്ലാ പുതുപ്പള്ളിയുടെ വികസന സ്വപ്നങ്ങളെ ചെറുകഴിയുന്ന ഒരു സർക്കാരിനെതിരെ തുടക്കമായിട്ടാണ് മറ്റ് സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഡ്രഗ്സിനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതും അതിന്റെ മറ്റൊരു തുടക്കമാണ്. വികസനമില്ലായ്മ, റോഡുകൾ തകർന്നു കിടക്കുന്നു, ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ മരുന്നില്ല, ആളുകൾ ചെന്നാൽ ട്രീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ തലത്തിലും ഞങ്ങളെ അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സമരം. എന്തായാലും ഇതൊരു സൂചനാ സമരമാണ്. കൂടുതൽ തുടർ സമരങ്ങൾ ഉണ്ടാകും. സർക്കാർ അതോടൊപ്പം LDF-ഉം CPM-ഉം തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ ആരോപിക്കുന്നത്. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം പാമ്പാടിയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.